ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സി ബിസ്ക്കറ്റ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അരവളയെക്കുറിച്ചാണ്. അപ്പോൾ അരവള എങ്ങനെ വളർത്താം, അതിൻ്റെ ഫീഡിങ് എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളും, പിന്നെ നമ്മുടെ കയ്യിലുള്ള അരവളാസും അതിൻ്റെ റേറ്റും അതിൻ്റെ വലുപ്പവും എല്ലാം നമ്മളിവിടെ നിന്ന് പറയുന്നതായിരിക്കും. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും ഒരു ലൈക്ക്, പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പം നമ്മുടെ കയ്യിലിപ്പം ഉള്ളതിൽ ഏറ്റവും ചെറിയ അരവള ഇതാണ്. ഇതിൽ ഏകദേശം ഒരു 3000 രൂപയ്ക്ക് അടുത്തുള്ള റേഞ്ച് വരും. 2000 രൂപ തൊട്ട് 3000 രൂപ റേഞ്ച്, ഇതുപോലെ റേഞ്ച് വരും. ഈ ഐശ്വര്യം വീടുകളിൽ കൊണ്ടുവരും എന്നുള്ള ഒരു ഇതാണ് ഈ അരവളയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിയമാക്കുന്നത്. വീടുകളിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു മത്സ്യമാണിത്. അതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതി. ഇത് നമ്മുടെ രണ്ടാമതായിട്ട് കിടക്കുന്ന ഒരാൾ. ഇതും മറ്റേ ആ റേഞ്ച് വരും, അതിലേക്കാൾ ശാട വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. ഇതൊരു 3000 രൂപ റേഞ്ച് വരുന്ന ഒരാളെയാണ് ഇത്. ഈ നമ്മുടെ കിടക്കുന്ന മൊത്തം സിൽവർ അരവളയാണ്. ഇതിൽ വില കൂടിയ അരവളസൊക്കെ ഉണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് സിൽവർ അരവളയാണ്. ഇത് നമ്മുടെ കുറച്ചുകൂടെ വലിപ്പമുള്ള അരവള. ഇതിൽ നമ്മൾ പണ്ടോട്ടേ കാണിക്കില്ലേ. അപ്പോൾ ഇത് നമുക്ക് വിൽക്കാനുള്ള അളവിലുള്ള ഇവിടെ കിടപ്പുണ്ട്. ഇതിൽ വരുമ്പോൾ ഏകദേശം ഒരു 15000 രൂപയുള്ള റേഞ്ച് വരും. 15000 രൂപ. ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേരളത്തിലെ നല്ല ഏറ്റവും വലിയ അരവളകളിൽ ഒരെണ്ണമാണിത്. ഇതിൽ ഏകദേശം ഒരു 4 അടി അടുത്ത് നീളവും ഒരു 10 ഇഞ്ച് വീതിയുണ്ട്. അടുത്ത നമുക്ക് ഇതിൻ്റെ ഫീഡിങ്ങിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ കൂടുതലും നമ്മളിവിടെ കൊടുക്കുന്നത് ഗോൾഡ് ഫിഷ്, ഇതേപോലെ ഗോൾഡ് ഫിഷൊക്കെയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഈ അരവളയ്ക്ക് ഫീഡിങ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൽ ഫീഡിങ് ആയിട്ട് കൊടുക്കുന്നതിൽ കൂടുതലും ഗോൾഡ് ഫിഷും, പിന്നെ ഇവിടെ ഇഷ്ടം പോലെ തവള കിട്ടും. അല്ലേ, തവളയും നമ്മൾ ഫീഡിങ് ആയിട്ട് കൊടുക്കും. പിന്നെ പല്ലി, ചെറിയ അരള, ഓന്ത്, എന്ത് വേണമെങ്കിലും നമുക്കതിന് ഫീഡിങ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫീഡിങ്ങിലുള്ള ഈ ജീവജാലങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ മനുഷ്യർക്ക് വിര വരുന്നോട്ട് ഇതിലൊക്കെ വിര വരും. അപ്പോൾ ഇതിന് വേണ്ടി ഇതിൽ നമുക്ക് മെഡിസിനുണ്ട്, വാമൗട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ വാമൗട്ട് ഇട്ടേക്കുവാ ഈ വലിയ അരവള ഈ വെള്ളം വരെ നടക്കുന്നത്. ഈ വാമൗട്ട് ഒരു മാസമില്ല, ഒരു 3-6 മാസം കൂടുമ്പോൾ ചെയ്യണം. ഒരു വട്ടം വാമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു വട്ടം കൂടെ ചെയ്യണം. എന്ന് വെച്ചാൽ ഇന്നിപ്പം നമ്മൾ വാമൗട്ട് ഇട്ടേക്കും, അല്ലെങ്കിൽ 7ാമത്തെ ദിവസം വീണ്ടും നമ്മളിതിൽ വാമൗട്ട് ചെയ്യണം. പിന്നെ നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് വാമൗട്ട് ചെയ്യുന്നത്. ഈ വാമൗട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ വയറ്റ് കിടക്കുന്ന എന്തെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം പോകാൻ വേണ്ടിയാണ്. നമ്മൾ മനുഷ്യന് വിരകളൊക്കെ തൊട്ട് ഇതിനെ വാമൗട്ട് ചെയ്യണം. കേരളത്തിൽ വെച്ചുള്ളതിൽ ഏറ്റവും വലിയൊരു അരവളയാണ് ഈ കിടക്കുന്നത്. ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം വില വരും ഇതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വാമൗട്ട് ചെയ്യുന്ന മെഡിസിൻ. ഈ ഫിഷുകൾക്ക് വിരകളൊക്കെയുള്ള മെഡിസിൻ എന്ന് പറയാം നമുക്ക്. വാമൗട്ട് മെഡിസിൻ ഇതാണ്. അത് മിക്കവാറുള്ളിടത്തെല്ലാം അവൈലബിൾ ആണ്. ഇതാണ് നമ്മളാ ചെയ്യുന്നത്, വാമൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്നതിന്.